നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചു കേട്ടോ. നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ കവിത കണ്ടു കേട്ടോ, മനോഹരമായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ ശരി ടീച്ചർ. ഇടന്നെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയേ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. അതെ അതെ. ഓട്ടെ അപ്പൊ ശരി. എന്റെ അടുത്ത് ഇനി എന്നോട് മുട്ടടാ. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്ന് മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജ് കാടോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേശും എന്നെ സമ്മതിക്കണോ അല്ലേ? ഓ സമ്മതിച്ചു. ചേട്ടാ എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വയ്ക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനില്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ചാവ് അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണോ? അതോ നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ, എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്. പിന്നെ എല്ലാവരും അതങ്ങ് വിളിച്ചു. ഇനി വരാനുള്ളവരും അത് തന്നെ വിളിക്കും. ഇതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനത് അറിയിച്ചു. തീരുമാനം എടുത്തു, അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം ഇപ്പൊ എടുത്തു. അത് ലൂക്കോച്ചൻ പറയും. അതെ, ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. അങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായി? പൂന്തേട്ടാ, ഇതവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ അകത്തുനിന്നെങ്കിലും എന്നെ സാറെ വിളിക്കടാ. സാറേ, ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതവര് വിറ്റ് കാശാക്കാനുള്ള പ്ലാനാണ് കേട്ടാ. അതെ, ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവരിതെല്ലാം കെട്ടുമുടിക്കും. മരത്തിൽ കൈവച്ച് അവര് ജയിച്ച പിന്നെ എല്ലായിടത്തും ഒരു കൈവയ്ക്കും. അങ്ങനെയല്ലേ ചരിത്രം. ആ കർത്തയുടെ മുൻഗാമികൾ ഈ കോളേജിന് ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളത് കളഞ്ഞു വിളിക്കുന്ന തോന്നണേ. അതെ, അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ, എന്തൊട്ടാണ്ട് ഒരു ഗൂഢാലോചന. മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ? അതേടാ, നമ്മുടെ തേക്കിൻകാട് മൈതാനില്ലേ, അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട്. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട വെള്ളപ്പറ്റ, നീ എടുത്തോ. നീ പോടാപ്പനെ. കറുത്ത ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കും. നീ വെറുതെ എതിർക്കാനോ തടുക്കാനോ ഒന്നും നിൽക്കണ്ട. എടാ രഞ്ജ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കുറച്ചൊരു തീരുമാനം. ഞങ്ങളെ നടപ്പിലാക്കിയ നീ ചെല്ല്. നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാൻ പാടില്ല ആരോടാ കളിക്കുന്നതെന്ന്. അയാളെ ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അയാൾ അറിയും ഞങ്ങളാരാ. ശരി ശരി, അറിഞ്ഞോളൂ നിങ്ങൾ. ശരി, എല്ലാരും അറിഞ്ഞൂലേ?
പിന്നെ ആളിപ്പോ വേൾഡ് ഫേമസ് അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. ഓ എന്തിനെളുമ എന്റെ പപ്പ. ഇവളിപ്പോ എവിടെ പോവാന്നറിയോ? എങ്ങോട്ടാ? നമ്മുടെ എഴുത്തുകാരി മേരി ജോസഫ് ഇല്ലേ, ആള് വിളിപ്പിച്ചേക്കോ അക്കാഡമിയിലേക്ക് നേരിട്ട് കാണണം പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. പുള്ളിക്കാരിയുടെ മകള് ദീപ്തി ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്. അങ്ങനെ വിളിപ്പിച്ചതാ, അല്ലാണ്ട്. എന്നാലും അതാരാവോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക? അത് അതറിയില്ല പപ്പ. എന്തായാലും കവിത വായിച്ച ആരാധന മൂത്ത ആരോ ആണ്. ഇവിടെ മതി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വേണ്ട മോളെ, പപ്പ കൊണ്ടേ വിടാം. സാരില്ല, ഇവിടുത്തെ ബസ് കിട്ടും. ഇവിടെ മതിയോ? ബസ് ഉണ്ടാവൂല്ലോ അല്ലേ? അപ്പൊ നാളെ കാണാം. ശരി. ആ സഖാവ് എങ്ങോട്ടാ? അത് അക്കാഡമിയിലേക്ക്. ഓ, അക്ഷരമുറ്റ സെമിനാറിനൊക്കെ പോവാറുണ്ടോ? അതല്ല, അവിടെ ഫസീലയുണ്ട്. ആ, സഖാവും കൂടെ ഉണ്ടോ? പിന്നെ കവിതയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എഴുത്തിനെ ഗംഭീരാക്കല്ലേ? കുറച്ച് മോശമായാലും പ്രചരിപ്പിക്കാനും പ്രശസ്തിയാക്കാനും ഒരു സംഘം തന്നെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എന്നാലും ഇത് ഇച്ചിരി കൂടി പോയി. എന്ത്? ആ, തന്നെ കണ്ട എന്തായാലും നന്നായി. ഞാൻ നോക്കി നടക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച കവിതകളൊക്കെ എഴുതാൻ ഇതാ എന്റെ ഒരു സമ്മാനം. ഞാൻ എ സിയിലേക്കാ. സഖാവ് വരുന്നോ? ഏരിയ കമ്മിറ്റി ഓഫീസ്. താൻ വരണ്ടോ? അവിടേക്ക് വന്നിട്ട് എന്തിനാ? എ സിയിലേക്കല്ല, ഞാൻ പോകുന്നത് അക്കാദമി ഒഴിക്കാം. അല്ലെങ്കിൽ താൻ എ സിയിലേക്ക് വാ, ഒരു മെമ്പർഷിപ്പ് അങ്ങ് തരാം. അറിയപ്പെടുന്ന കവിയത്രിയല്ലേ? അയ്യോ അത് വേണ്ട, എനിക്ക് ചുവന്ന നിറം കാണുമ്പോഴേ ടെൻഷനാ. അതെന്താ? കണ്ടിട്ടില്ലേ ഈ അപകടത്തിനൊക്കെ ചുവന്ന സിഗ്നൽ വെക്കുന്നത്? എന്നാ ശരി. അത് അങ്ങനെയല്ല. എടോ, ഈ ലോകത്ത് കറുപ്പും വെളുപ്പും മാത്രം നിറങ്ങളായിരുന്ന കാലത്ത് ആദ്യമായി മനുഷ്യൻ ഉണ്ടാക്കിയ നിറമാണ് ചുവപ്പ്. അതുപോലെ കറുപ്പും വെളുപ്പുമായി നിലനിൽക്കുന്ന ഈ ലോകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവന്റെ നിറമാണ് ചുവപ്പ്. മറ്റുള്ളവർക്ക് അത് അപകടമായി തോന്നും. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. കുഴപ്പമില്ലടോ. അല്ല, ഞാൻ കുഴപ്പമില്ലടോ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ എന്നോട് കൂടെ പോരുന്നോ ചോദിച്ചതോ? ആവേശകരമായ മത്സരമാണ് ശ്രീ വർമ്മ കോളേജും ശ്രീകൃഷ്ണ കോളേജും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർമ്മ കോളേജിന്റെ പതിയുള്ളൊരു മുന്നേറ്റമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാ ശ്രീ വർമ്മയുടെ 3-ാം നമ്പറിന്റെ നല്ലൊരു ഫ്ലിക്ക് പന്ത് 17-ാം നമ്പറിലേക്ക്. 3 കളിക്കാരെ മറികടന്നുകൊണ്ട് പന്ത് വീണ്ടും സഞ്ജയുടെ കാലുകളിൽ. സഞ്ജയുടെ മികച്ചൊരു ക്രോസ് 14-ാം നമ്പറിലേക്ക്. നമ്പർ 14 അത് മിസ്സാക്കിയിരിക്കുകയാണ്. കളിക്കിറങ്ങാൻ പറയുമ്പോൾ നിനക്ക് മടിയാണല്ലോ, ഇപ്പൊ കണ്ടല്ലോ. ശ്രീകൃഷ്ണ കോളേജിന്റെ ഒരു ഗോൾ കിക്ക് സഞ്ജോദ ടാപ്പ് ചെയ്തു. ശ്രീ വർമ്മ കോളേജിന്റെ ഒരു സ്ലോ ബിൽഡപ്പ്. അതാ പന്ത് വീണ്ടും ശരത്തിന്റെ കാലുകളിലേക്ക്. ശരത്തിന്റെ മികച്ചൊരു മുന്നേറ്റം സഞ്ജയിലേക്ക്. പന്ത് സഞ്ജയുടെ കാലുകളിൽ മനോഹരമായ മഴവില്ലും ഒരു ക്രോസ് രമേശിലേക്ക്. രമേശിന്റെ വളരെ അലസമായ ഒരു ഹെഡിങ് കളിയുടെ വളരെ നിർണായകമായ മറ്റൊരു മുന്നേറ്റവും നിഷ്ഫലമാകുന്ന നിരാശാജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീ പെട്ടെന്ന് ബോളിലേക്കോ, അവിടെ മൊത്തം പ്രശ്നം.
അവർ ഇന്നു മുതൽ മരങ്ങൾ മുറിക്കാൻ തുടങ്ങും. അവരുടെ പ്രവർത്തനങ്ങൾ എതിർത്താൽ എക്സാമിന്റെ സസ്പെൻഷൻ എന്നാണ് പ്രിൻസിപ്പാളിന്റെ നോട്ടീസ്. ഇത് ടീച്ചർ ഒപ്പിട്ടതാണോ? അത് ജീവ, ഞാൻ ഈ വർഷം റിട്ടയർ ആവുകയാണ്. അവർ വിചാരിച്ചാൽ റിട്ടയർ ആകുന്നത് വരെ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ടീച്ചറാണ്. അവരോട് മടങ്ങിപ്പോവാൻ പറയണം. സോറി ജീവ, ഞാൻ നിസ്സഹായയാണ്. പക്ഷേ ഞാനല്ല. ഇവരോടൊക്കെ ഇരുന്ന് കെഞ്ചേണ്ടവരല്ല നിങ്ങൾ. എഴുന്നേറ്റ് മുഖത്ത് നോക്കി വെല്ലുവിളിക്കണം. ഇത് നിങ്ങളുടെ കോളേജ്. കണ്ടും കൊണ്ടും അറിഞ്ഞും പറഞ്ഞും പരിശ്രമിച്ചും പരീക്ഷിച്ചും നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള നിങ്ങളുടെ കോളേജ്. അവരിതിന്റെ നടത്തിപ്പുകാർ മാത്രമാണ്, അല്ലാതെ അവർ ജന്മികളും നമ്മൾ അടിമകളുമല്ല. ഇന്നിവർ നമ്മുടെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ മോടി പിടിപ്പിക്കാനല്ല, പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മുറിച്ചു കൊണ്ടുപോകാൻ, നിങ്ങൾ സന്തോഷങ്ങൾ പങ്കിടുന്ന മരച്ചുവടുകൾ മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വരെ പിടിച്ചെടുക്കാൻ. അവർ പിരിച്ചുവിടുവത്രേ. എത്ര പേരെ? എന്റെ ഉള്ളിൽ ശ്വാസമുള്ളിടത്തോളം ആ നിൽക്കുന്നതിൽ ഒരുത്തം പോലും ഇതിനകത്ത് കാലുകുത്തില്ല. അവരറിയണം അങ്ങനെ ആർക്കും വന്ന് എന്തും കൊണ്ടുപോകാനുള്ള കാഴ്ച ബംഗ്ലാവല്ല ഇതെന്ന്. അവരറിയണം പഠിക്കാൻ മാത്രമല്ല പാഠം പഠിപ്പിക്കാനും നമുക്കറിയാമെന്ന്. അവരറിയണം ഈ കോളേജ് ആരുടേതാണെന്ന്. ജോസേ, ആ നിൽക്കുന്നതല്ലേ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാൽ മതി, ബാക്കിയുള്ളവന്മാർ ഓടിക്കോളും. ഇതൊക്കെ എന്തിട്ടാണ് നമ്മൾ ദീവാഞ്ചിപുരിൽ പൊട്ടിക്കുന്ന 3-4 പട്ടാസ് വരെ ഒറ്റങ്ങൾ ഓടിപ്പിക്കാൻ പൊട്ടിക്കില്ല പക്ഷേ